സ്വാഗതം TCVയുടെ ചതുരംഗത്തിലേക്ക്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇത്തവണ ചതുരംഗം ചർച്ച ചെയ്യുന്നത്. അത് ലഹരി വ്യാപനത്തെക്കുറിച്ചാണ്. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളും സംവാദങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നെങ്കിൽ കൂടി സമീപനാളുകളിൽ ചെറിയ കുട്ടികളിൽ, സ്കൂൾ വിദ്യാർത്ഥികളിൽ വരെ ലഹരി പിടിമുറുക്കിയിരിക്കുന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അക്രമങ്ങൾ, കുടുംബങ്ങളിൽ ഈ കുട്ടികൾ ചെയ്തു കൂട്ടുന്ന, ലഹരിക്ക് അടിമപ്പെട്ട് ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികൾ എല്ലാം ഏറി വരികയാണ്. ഒരുപാട് കുടുംബങ്ങൾ ഇതിൻ്റെ പേരിൽ കണ്ണീരൊഴുക്കുന്നു. സമീപനാളുകളിൽ നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒട്ടനവധി സംഭവങ്ങൾ. ചേർപ്പിൽ ചെറുമകൻ മുത്തച്ഛനെ ആക്രമിക്കുന്നു, മകൻ അമ്മയെ കൊലപ്പെടുത്തുന്നു, മകൻ അച്ഛനെ കൊലപ്പെടുത്തുന്നു. ഇതുപോലെ വേദനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ. മുമ്പെല്ലാം ഇത്തരം വാർത്തകൾ അപൂർവമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പതിവായിരിക്കുകയാണ്. സ്വന്തം വീട്ടിലുള്ളവരെ കൊല ചെയ്യുന്ന സംഭവങ്ങൾ മാസത്തിൽ ഒരെണ്ണമെങ്കിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തുമ്പോൾ ലഹരി എത്രമാത്രം സമൂഹത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറകളിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ നമുക്ക് ഏറ്റവും അനുയോജ്യരായ 3 വ്യക്തികളെയാണ് TCVക്ക് ലഭിച്ചിരിക്കുന്നത്. ആദ്യം പരിചയപ്പെടുത്തുന്നു റിട്ടയേർഡ് SI സുവർദ്ധൻ. അദ്ദേഹം വളരെയധികം ഇത്തരം കേസുകളിൽ ഇടപെട്ട വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ സുവർദ്ധൻ. ശ്രീ പയസ് മാത്യു, നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയായിരുന്ന അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ അടുപ്പത്തിൽ ഇടപഴകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പോക്സോ കേസുകൾ ഉൾപ്പെടെ അത്തരം ഒട്ടേറെ കേസുകളിൽ സജീവമായി ഇടപെട്ടും പൊതുരംഗത്തും സജീവമായി നിൽക്കുന്ന ശ്രീ പയസ് മാത്യുവിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ KV ബാബു, അദ്ദേഹം എക്സൈസിൽ നിന്ന് ഇൻസ്പെക്ടറായി വിരമിച്ചതാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തും മറ്റ് എക്സൈസ് സ്റ്റേഷനുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പിടികൂടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ശ്രീ സുവർദ്ധനിലേക്ക് വരാം. സമീപ ദിവസങ്ങളിലാണ് അദ്ദേഹം വിരമിച്ചത്. അദ്ദേഹം വിരമിച്ചപ്പോൾ മാധ്യമങ്ങളിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ പോലും ഉണ്ടായിരുന്നു. അത്രയേറെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള വ്യക്തി. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളിൽ പല കുടുംബങ്ങളിലും അമ്മമാരും അച്ഛന്മാരും മക്കൾ വീട്ടിൽ അതിക്രമത്തോടെ പെരുമാറുമ്പോൾ കണ്ണുനീരോടെ വിളിച്ച അനുഭവങ്ങൾ കൂടിയുള്ള വ്യക്തിയാണ്. സമീപനാളുകളിൽ ഇത്തരം വിഷയങ്ങൾ വളരെ ഏറിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമല്ലേ? കറക്റ്റാണ്. അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ മാസം റിട്ടയറായി. 30 വർഷത്തിന് മുകളിൽ സർവീസ് ഉണ്ട്. എൻ്റെ ഈ സർവീസിനുള്ളിൽ വിശ്വസിക്കില്ല, 2000-ൽ പരം വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കണം, 2000-ൽ പരം വിദ്യാർത്ഥികളെ കഞ്ചാവ് അല്ലെങ്കിൽ MDMA പിടികൂടിയിട്ടുണ്ട്. ഒരു ഞെട്ടിക്കുന്നൊരു വസ്തു തന്നെയാണ് അത്. ആ കണക്കിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നുള്ളത്. അത് വളരെയധികം നമ്മളിത് ഭയപ്പെടേണ്ടിയിരിക്കണം. സാധാരണ പോലെയല്ല, സാധാരണ പറഞ്ഞു പോണ പോലെയല്ല. അത് നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആ രീതിയിലല്ല, നമ്മൾ ഓരോ വീട്ടുകാരും ഭയപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ തന്നെ നമുക്ക് അറിയാം. ഒരുപാട് കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പൊതുവെ തന്നെ അറിയാൻ സാധിക്കും. പ്രത്യേകിച്ചൊരു പോക്സോ വിഭാഗത്തിൽ തന്നെ കുറേ നാളുകൾ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായി വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇവിടെ സുഹൃത്തുമാർ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ കാലഘട്ടത്തെ ഒന്ന് നോക്കിക്കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, മുൻപ് മദ്യപാനം എന്ന് പറയുന്ന ഒരു വസ്തുതയായിരുന്നു ടീനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ യുവാക്കളെ യൗവനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അവരെ അഫക്റ്റ് ചെയ്തിരുന്നു. ഇന്ന് മദ്യത്തിന് വില കൂടിയിട്ടാണോ അതോ അത് ലഭ്യമല്ലാതായിട്ടാണോ എന്താണെന്നറിയില്ല. ഇന്ന് ആ ടീനേജേഴ്സിനെ പിടികൂടിയിരിക്കുന്നത് ഡ്രഗ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്ന നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന സബ്സ്റ്റൻസുകളുടെ ഉപയോഗമാണ്. അത് ഏറ്റവും കൂടുതൽ അതിന് അടിമകളായി മാറുന്നത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം കോളേജ് വിദ്യാർത്ഥികളടക്കം ആണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നൊരു സംഗതി. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സബ്സ്റ്റൻസ് ലഭിക്കുന്നതിനുള്ള അതിനുള്ള എളുപ്പവും അത് സൂക്ഷിക്കുന്നതിനുള്ള എളുപ്പവും. നമുക്ക് ഒരു മദ്യത്തിൻ്റെ ഒരു കുപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഒളിപ്പിക്കുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ സബ്സ്റ്റൻസ് ആകുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആരും കാണാതെ വളരെ ഗോപ്യമായി മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാതെ സൂക്ഷിക്കുന്നതിനും മറ്റുള്ളവർ കാണാതെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിനും ആ രീതിയിലുള്ള ഒരു സൗകര്യം ഈ സബ്സ്റ്റൻസ് അബ്യൂസിനുണ്ട്. ആ സൗകര്യത്തെ കരുതിയിട്ടാണ് ഈ ഒരു രീതിയിലേക്ക്, സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് മുന്നോട്ട് പോകുന്നത്.
മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ പേഴ്സണാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ട് അയാളുടെ ശാരീരിക മാനസിക വ്യതിയാനങ്ങൾ വല്ലാത്ത രീതിയിലേക്ക് മാറുന്നു. അതുകൊണ്ടാണ് ശ്രീ മുകേഷ് ലാൽ സൂചിപ്പിച്ചതുപോലെ ഒരച്ഛൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ മകനാണ്, അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ സഹോദരനാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ത്രീയും ഒരു പുരുഷനും, അല്ലെങ്കിൽ ഒരു പുരുഷനും ഒരു പുരുഷനും എന്നുള്ള, അല്ലെങ്കിൽ എൻ്റെ എതിരാളി, എൻ്റെ മുഖ്യ ശത്രു എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. ഇതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള കുറ്റകൃത്യത്തെ സംബന്ധിച്ചും എതിരിടാനും ആ രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനും അവരെ പ്രാപ്തരാക്കുന്ന ആ മജ്ജയിലേക്ക് കയറി അത് പിടിച്ച സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കടന്ന് എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം കൊടുക്കുന്ന സബ്സ്റ്റൻസ് അബ്യൂസാണ് നമ്മുടെ ആ സബ്സ്റ്റൻസുകളാണെന്ന് ലഭ്യമായിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ച MDMA ഉപഭോഗം ഇവിടെ സൂചിപ്പിച്ചത് 2400-ലധികം കുട്ടികൾ ഉപയോഗിക്കുമെന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം അത്രേ കണ്ടെത്തിയിട്ടുള്ളൂ, അത്രേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിലും ഭീകരമായിരിക്കാം അൺറിപ്പോർട്ടഡ് ആയിട്ടുള്ള സംഗതികളെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട് ശ്രീ മുകേഷ് പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഹർട്ടിലേക്ക് തുടങ്ങുന്ന ഇപ്പോൾ കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ടീനേജേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസിലേക്ക് കടന്ന് അത് പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ മൈനേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള പോക്സോ നിയമത്തിൽ പറയുന്ന വിക്ടിംസിനെ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായോ മാനസികമായോ അബ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് അവർ വന്നെത്തി നിൽക്കുന്നു എന്നുള്ളൊരു വലിയൊരു ഡേഞ്ചർ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ എക്സൈസിലെ KV ബാബുവിലേക്ക് വരുമ്പോൾ ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവിടെ ഇൻ്റലിജൻസിലായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അന്ന് ജോസഫ് ആയിരുന്നു എക്സൈസ് വിഭാഗത്തിലെ കമ്മീഷണർ. ആ കാലത്ത് എക്സൈസ് പിടിക്കുന്ന പ്രധാന കേസുകൾ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ആയിരുന്നു. ടാങ്കർ ലോറിയിൽ കടത്തിയ സ്പിരിറ്റ്, പുഴക്കിൽ ഒരു ടാങ്കർ ലോറി സ്പിരിറ്റ് പിടിച്ച വാർത്തയെല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് മാറി അന്ന് സ്പിരിറ്റ്, പിന്നീട് കുറച്ചൊക്കെ കഞ്ചാവ് കേസുകൾ, ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ സമീപ നാളുകളിലാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത്. അതിൽ നിന്ന് മാറി എത്രയോ മയക്കുമരുന്നുകൾ ഇപ്പോഴും പലപ്പോഴും പോലീസിനോ എക്സൈസിനോ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ പോലുള്ള പുതിയ മയക്കുമരുന്നുകൾ അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതെ അതെ, ആദ്യമൊക്കെ കഞ്ചാവായിരുന്നു, ഇപ്പോൾ MDMA ആണ്, കൊക്കൈനാണ്, ബ്രൗൺ ഷുഗറാണ്, മറ്റു തരം സിന്തറ്റിക് ഡ്രഗ്സാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും കുട്ടികളും ഉപയോഗിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കുട്ടീനെ സ്കൂളിലേക്ക് വിട്ടാൽ അച്ഛനമ്മമാരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ അത് സ്കൂളിലെ ടീച്ചർ നോക്കും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ നോക്കും, അല്ലെങ്കിൽ വക്കീലന്മാർ നോക്കും, അല്ലെങ്കിൽ പോലീസുകാർ നോക്കും എന്നാണ് അവരെ ഒരു കണക്കൂട്ടൽ. സത്യത്തിൽ അതല്ല, അവരെ വീട്ടിൽ നിന്ന് തന്നെയാണ്, പാരൻറ്റിങ് തന്നെയാണ് യഥാർത്ഥ കുട്ടികളെ വഴിതിരിച്ച് വിടാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സുബ്രതകുമാറിലേക്ക് വരാം. കാരണം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ, ഒരുപാട് കുടുംബങ്ങളിൽ ബന്ധപ്പെട്ട ആശ്വാസമായിട്ടുള്ള വ്യക്തിയാണ്. ചിലപ്പോൾ പകലും രാത്രിയും ഇല്ലാതെ ഫോൺ കോളുകൾ വരാറുണ്ട്, ശരിയല്ലേ? അയ്യോ, നിരവധി 12, 1 മണി, 2 മണിക്ക് പുലർച്ചെ 2 മണിക്ക് അടക്കം വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഞാനെല്ലാവരും സേവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇത് ആര് വിളിച്ചാലും അപ്പോൾ ഞാൻ അതിൽ സേവ് ചെയ്യും. എനിക്ക് ഒരു അനോണിമസ് കോള് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം മറു തലയിൽ കരച്ചില്ലെന്നറിയാം. അതായത് ഈ കേസായിട്ട് ബന്ധപ്പെട്ടെന്നറിയാം. ഒരു ദിവസം ഒരു 4-5 അമ്മമാർ ആവറേജ് വിളിക്കാറുണ്ട്. കാരണം ഞാനൊരു പോലീസ് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഒരു 11 മിനിറ്റ് നേരത്തെ ഒരു ഡ്രഗ്സ് എന്താണ് MDMA എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരുന്നു. അത് 1.6 മില്യൺ പേര് കണ്ട് ദുബായ് റേഡിയോക്ക് ഒന്ന് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചത് വൈറലായിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അതിന് ശേഷമാണ് ഈ സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് പല പേരൻസും അറിയണത്. അവർ ഈ മക്കളെ ചേഞ്ച് അവർക്കറിയാം, പക്ഷെ അതെന്താണ് ചേഞ്ച് എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷേ ഈ ഒരു സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ കിട്ടണം അവർക്ക് അറിയാം. അത് പറയും, പലരും വിളിക്കുന്നു, സാർ ഇന്നലെ കണ്ട മകനല്ല സാർ ഇന്ന്, അവരെന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു, എന്നെ തല്ലാൻ തുടങ്ങിയിരിക്കുന്നു, നിസ്സാര കാര്യങ്ങൾക്ക് വലിച്ച് പൊട്ടിക്കുക, ഈവൻ TV അടക്കം എറിഞ്ഞ് പൊട്ടിക്കുക, സാർ ഇങ്ങനെ അല്ലായിരുന്നു മകൻ സാർ എൻ്റെ എന്ന് പറയും. അങ്ങനെ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിളികൾ വരുന്നത്. അപ്പോൾ നമ്മൾ പറയും അത് നമ്മൾ പേടിക്കേണ്ടിയിരിക്കണം. അതിന് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ ബാഗുകൾ ചെക്ക് ചെയ്യണം. ബാഗുകൾ ചെക്ക് ചെയ്യുമ്പോൾ അവർ അറിയാതെ തന്നെ ചെക്ക് ചെയ്യണം. അറിഞ്ഞ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പിന്നെ അവർ ഹൈഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ ബാഗും അവർ ഇരിക്കുന്ന ഇടം, എന്താ പെരുമാറുന്ന സ്ഥലങ്ങൾ, എല്ലാ ഭാഗങ്ങളും പരിശോധിക്കണം. എന്നിട്ട് എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഗൗരവത്തിലെടുക്കണം.
ഗൗരവത്തിലെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം എക്സൈസ് അല്ലെങ്കിൽ വിശ്വസ്തരായിട്ടുള്ള എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണം. പ്രത്യേകിച്ച് SHOമാരെ ഫോൺ ചെയ്ത് സ്റ്റേഷനിലേക്ക് ഒരു കോമൺ കോളായിട്ട് ചെല്ലുമ്പോൾ 100 തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല. SHOനെ നേരിൽ കണ്ടിട്ട് തന്നെ, അതായത് ഞാൻ പറഞ്ഞു തന്ന പലരും എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, സാറൊന്നും എൻ്റെ വീട്ടിലേക്ക് വരണം, പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണെന്നുള്ളത് ഒരിക്കലും അറിയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞിട്ട് അറിയിക്കണം. അത് തുടക്കമാണെങ്കിൽ നമുക്കതൊരു പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ, അല്ലെങ്കിൽ എളുപ്പമല്ല. കാരണം നമ്മുടെ എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ 12,000 വിദ്യാർത്ഥികളെ പിടിച്ചില്ലെങ്കിൽ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാനവരെ പേഴ്സണലായിട്ട് തന്നെ കൗൺസിൽ ചെയ്യും. പിന്നെ പോലീസിൽ തന്നെ കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ട്, സിറ്റിയിലുണ്ട്, അപ്പോൾ അവിടേക്ക് വിടും. അപ്പോൾ എത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും അത് കുറച്ച് നാളത്തേക്ക് മാറും, പക്ഷെ പിന്നെ വീണ്ടും ഇതിൽ ഈ ഇത്തരം കേസുകൾ പിടികൂടുമ്പോൾ വീട്ടിലറിയുമ്പോൾ ഇത് നിയമവിരുദ്ധമാണെന്ന് വീട്ടുകാർക്ക് അറിയാം, അത് ഭയപ്പെട്ട് പോലീസിൽ അറിയിക്കാൻ പേടിക്കുന്നവരുമില്ലേ? അങ്ങനെയുണ്ട്. കൂടുതൽ പേർക്ക് ഒരു വിഷമം വെച്ചിട്ടുള്ളത്, സാർ എൻ്റെ മകൻ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുന്ന ആണ് എന്ന് നാട്ടുകാരറിഞ്ഞാൽ പിന്നെ അത് കുടുംബം തകർന്നു പോയില്ലേ. ചിലപ്പോൾ കല്യാണം കഴിയാൻ നിൽക്കുന്ന മകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ അവർ എന്ത് വിചാരിക്കും, അങ്ങനെ വിചാരിച്ച് മൂടി ഇരിക്കുന്ന കുറേ കേസുകൾ എനിക്കറിയാം. അത് ഏറ്റവും അവസാന എക്സ്റ്റേഞ്ച് ലെവലിലെത്തി അത് ഇവർ പറയാതെ തന്നെ നാട്ടുകാർ പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവൻ്റെ വികൃതികളൊക്കെ പുറമേയും അതേപോലെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വീട്ടുകാർ, ഞാൻ പറയുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ സിംറ്റം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇത് നമ്മളിത് മനസ്സിലാക്കി പോലീസിലാവുമ്പോൾ ആ ഒരു പേടി വേറെയുണ്ട്. സാധാരണ ഇപ്പോൾ ഇവർ വീട്ടിൽ സാധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ അവരുമായിട്ട് സംസാരിക്കും, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അതിനപ്പുറം ബന്ധുക്കാരായിട്ട് മാമന്മാരെയൊക്കെ ആയിട്ട് സംസാരിക്കും. പക്ഷെ ആ മാമന്മാരെ ഇന്നലെ വരെ ബഹുമാനിച്ച മാമനൊക്കെ നീ ആരാന്ന് ചോദിക്കുന്ന കുറേ സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ പോലീസാകുമ്പോൾ ആ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇതിലും പിന്നെ പോലീസിൽ അറിയിച്ചാൽ വേറെ ഗുണം വെച്ചാൽ ഇവർക്ക് കൊടുക്കുന്നവരെ ഇവർ പോലീസിന് പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ കൊടുക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ദൈവങ്ങളായിരിക്കും. അതായത് ഇവർ കഞ്ചാവ് കൊടുക്കുന്ന അല്ലെങ്കിൽ MDMA കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വേറെ സെറ്റപ്പും കാര്യങ്ങളും അവൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അവരെ നമ്മൾ പിടിക്കുമ്പോൾ ഇവന് അത് ഭയങ്കര പേടിയായിരിക്കും. കാരണം അവൻ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് പോലെ ഉണ്ടാകുമോ എന്നുള്ളൊരു വലിയൊരു പേടിയുണ്ടായിരിക്കും. അപ്പോൾ പോലീസാകുമ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഒരു പരിധി വരെ അവന് ഇതിൽ നിന്ന് ഒന്ന് വിഡ്രോ ചെയ്തൊന്ന് മാറി നിൽക്കാൻ സാധിക്കും. ഇങ്ങനെ കേസുകൾ വരുമ്പോൾ അത് പ്രായപൂർത്തിയാവാത്തവരാണെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യും, പ്രായപൂർത്തിയവരാണെങ്കിൽ കോടതിയിലേക്ക് കൈമാറുന്ന വലിയൊരു കേസുകൾ അതിലേക്ക് വരുമ്പോഴൊക്കെ നിയമപരമായ ഏത് രീതിയിൽ അത് പോകും? ഇതിൻ്റെ അകത്ത് ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഈ കുട്ടികൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കുറേ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പണസമ്പാദനത്തിന് വേണ്ടി വീടുകളിൽ നിന്നും അവർക്കൊരു പക്ഷേ വലിയ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. ആ ഒരു രീതിയിലേക്ക് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ അവരൊന്നെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കാരിയേഴ്സായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്നവരുമുണ്ട്, കാരിയേഴ്സായി ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഇത്ര പണം ലഭിക്കും. ആ രീതിയിൽ അപ്പോൾ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നവരുമുണ്ട്, അക്യൂസ്ഡായിട്ടും അതായത് പ്രതിയാക്കപ്പെടുന്നവരുമുണ്ട് രണ്ടും സ്ഥലത്തിൽ. പക്ഷേ രണ്ടും NDPS ആക്ടിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ അങ്ങനെ കാരിയേഴ്സായിട്ട് പോകുന്നവരും ഉപയോഗിക്കുന്നവരും രണ്ടും ഒരേ രീതിയിലാണ് കാഴ്ചപ്പാട്. ഇനി ഇതിൻ്റെ ഒരു നിയമത്തിൻ്റെ വശത്തെ കൂടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായ ഏറ്റവും മിനിമം 20 വർഷം എന്നുള്ള നിലയിലേക്ക് പോലും ഇതിൻ്റെ ശിക്ഷാ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോലും കോടതികളിൽ പലപ്പോഴും ഇതിന് സമയബന്ധിതമായി ഉള്ളൊരു വിചാരണ നടപടികൾ നടക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വർധനമെന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളതിൻ്റെ ഒരു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയും അതുപോലെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയൊക്കെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ നിന്നും ഡ്രഗ് അബ്യൂസിൻ്റെ ടീനേജേഴ്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏതാണ്ട് മിസൈലിൻ്റെ വേഗതയിൽ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു വലിയ ദുരവസ്ഥ ഇവിടെ ഈ പറയുന്നത് രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് നമുക്കൊരു പരിധിവരെ തടയാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്വത്തായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ടീനേജേഴ്സിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക്, അപകടകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവരുടെ ഭാവി എന്താകുമെന്ന് തന്നെ അപകടകരമായ അവസ്ഥയിലേക്കാണ്. കോടതികളിൽ നമ്മൾ നോക്കുമ്പോൾ പല കേസുകൾ, പോക്സോ കേസുകളിൽ തന്നെ നിരവധിയായിട്ടുള്ള കേസുകൾ, നമുക്കെല്ലാം ഫാക്ച്വൽ സെനാരിയോ ഇവിടെ പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും പല കേസുകളിലും ഇതിൻ്റെ ഒരു എന്തുകൊണ്ട് ആ പ്രതി അത് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലാണ് അതിൻ്റെ ഫാക്ച്വൽ സെനാരിയോ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ചില കേസുകളിൽ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ ഭാഗമായി താൻ എന്താണ് ചെയ്യുന്നത്
ആരാണ് തൻ്റെ മുന്നിലുള്ളത്, ഇരയാക്കപ്പെട്ട ആളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതുപോലും മനസ്സിലാവാത്ത നിലയിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ, പക്ഷേ ആ ഡ്രഗ് അബ്യൂസിൻ്റെ അടിമപ്പെട്ട് അതിൻ്റെ രീതിയിലാണെങ്കിൽ പോലും അതിനും ശക്തമായും കൃത്യമായും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലും പോക്സോ നിയമത്തിലും ഈ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനും സബ്സ്റ്റൻസ് സ്വയം കഴിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തിക്കും കുറ്റകരമായ പ്രവൃത്തിക്കും കൃത്യമായ ശിക്ഷാവിധികൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാണെങ്കിലും അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള അഗ്രവേറ്റഡ് സിറ്റുവേഷനുള്ള ഒരു കുറ്റകൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് അതിന് കൂടുതലായ ശിക്ഷ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് എനിക്കറിയില്ലാതെയാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. പിന്നെ അതിന് ഒരുപാട് ടെസ്റ്റ് റിസൾട്ടുകൾ, ഫോറൻസിക് പരിശോധനാ ഫലങ്ങളൊക്കെ അനുബന്ധമായി ഡ്രഗ്സ് കഴിച്ചിരുന്നു എന്നുള്ള നിലയിലേക്ക്, അപ്പോൾ ആ രീതിയിൽ തെളിവുകളുടെ ഭാവത്തിൽ ചില കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും, അതുപോലെ സമയബന്ധിതമായി തെളിവുകൾ ഫോറൻസിക് പരിശോധനയുടെ ഫലമായിട്ട് ലഭിക്കുന്ന തെളിവുകൾ സമയബന്ധിതമായി ലഭിക്കുന്നില്ല തുടങ്ങിയ കോടതികളിൽ ഇതിൻ്റെ വിചാരണയ്ക്ക് ഉണ്ടാവുന്ന ഒരു കാലതാമസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഈ ലഹരി ഉപയോഗിച്ചത് ഫോറൻസിക് പരിശോധനയിലൂടെ തെളിയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക്, കാരണം അത്രയേറെ ലഹരി വസ്തുക്കൾ രംഗത്തുണ്ട് ഇപ്പോൾ. മുമ്പൊക്കെ വ്യാജമദ്യം ഉണ്ടോ എന്നുള്ളതായിരിക്കും എക്സൈസ് ഒരു 15 വർഷം മുമ്പ് വരെ കൂടുതലായി വ്യാജമദ്യം കള്ളിലുണ്ടോ, അതുപോലെ സ്പിരിറ്റ് കലക്കി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള അതുപോലെയുള്ള ദുരന്തങ്ങളാണോ മരണങ്ങളും സംഭവിക്കാറുള്ളത്. ഇപ്പോൾ ഒരുപാട് MDMA ആയാലും മെത്താഫെറ്റമിൻ ആയാലും അതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് കണ്ടെത്തുന്നത് എങ്ങനെ? സാധാരണ മദ്യപിച്ച ഒരാളെ തിരിച്ചറിയാൻ കഴിയും. കഞ്ചാവ് ഉപയോഗിച്ചാലും ഒരുപക്ഷെ ചിലപ്പോൾ കുറച്ചൊക്കെ അറിയാൻ കഴിയായിരിക്കാം. ഇപ്പം അതിനെന്തോ ഒരു പുതിയ മെത്തേഡ് വന്നുകൊണ്ടിരിക്കുന്നുള്ള ഇപ്പം ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം വാർത്തകൾ വായിക്കുന്നുണ്ടായിട്ട് ആ മെഷീൻ പുറത്തിറങ്ങിയിട്ടില്ല അല്ലേ സാറേ? അതറിയുന്നുണ്ട്. അതല്ലാതെ പുതിയൊരു മെത്തേഡ് ഈ MDMA ഒക്കെ ഉപയോഗിച്ചാൽ കണ്ടെത്താവുന്ന ഒരു മെഷീൻ ഇപ്പം ഇറങ്ങുന്നുണ്ട്, സർക്കാർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയുള്ളത് അതൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ലാൽകുമാർ സാർ ഈസ്റ്റ് പരിശോധിച്ച് ആയിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഏബൺ കിറ്റ്. ഏബൺ കിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ യൂറിൻ 3 തുള്ളി വീതം യൂറിൻ അതിൽ ഒഴിക്കണം. അപ്പോൾ ഞങ്ങളന്ന് ഓട്ടോറിക്ഷക്കാരെ നമ്മൾ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 7 ഓട്ടോറിക്ഷക്കാരെ നമ്മുടെ KSRT സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള 7 ഓട്ടോറിക്ഷക്കാരെ യൂറിൻ തൊട്ടടുത്ത ബാത്റൂമിൽ പോയിട്ട്, ഹോട്ടലിൻ്റെ ബാത്റൂമിൽ പോയിട്ട് അവരെ കൊണ്ട് നമ്മൾ ചെറിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് അതിൽ മൂത്രം ഒഴിച്ച് ഈ ഓരോ തുള്ളി ഇട്ട് വെച്ചു. അപ്പോൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ത് സബ്സ്റ്റൻസാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ലൈൻ വരില്ല. അതായത് ഇപ്പോൾ THC, ഇപ്പോൾ മീൻസ് കഞ്ചാവ് അല്ലെങ്കിൽ MDMA, മെത്താംഫെറ്റമിൻ, എന്തൊക്കെ ഒരു എനിക്ക് തോന്നുന്നത് 7-8 തരം സബ്സ്റ്റൻസിൻ്റെ പേരുണ്ട്. ആ പേരിൻ്റെ സമയത്തൊക്കെ നമ്മളിത് ഈ യൂറിൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വര വരും. ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകം വര വരും. അപ്പോൾ വര വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഏത് കോളത്തിലാണോ വര വരാത്തത് അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. അപ്പം അന്ന് 7 ഓട്ടോറിക്ഷക്കാരെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. അതിൽ 5 ഓട്ടോറിക്ഷക്കാരും THC വന്നു, മീൻസ് കഞ്ചാവിൻ്റെ വന്നു. അത് നമ്മളൊരു ശ്രദ്ധിക്കണം. സാധാരണ പരിശോധന നടത്താൻ പറ്റില്ല. അല്ല, അത് യൂറിൻ അല്ലെങ്കിൽ സലൈവ. ഈ ഏബൺ 2 തരം കിറ്റ് ഉണ്ട്, സലൈവ എടുത്തിട്ടും ഉണ്ട്, സെയിം റിസൾട്ടിന് അതിൽ കാണിക്കും. അതുപോലെ ഏബൺ നല്ലൊരു ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു കിറ്റാണ്. നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഗ്രൂപ്പിൽ പോയിട്ട് എവിടെയെങ്കിലും കുട്ടികൾ ഈ പറഞ്ഞ പോലെ ഇരിക്കണമെങ്കിൽ നമുക്ക് സംശയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലോഡ്ജൊക്കെ എടുത്തിട്ട് അപ്പോൾ അവർ കാണുമ്പോൾ ഇതൊക്കെ ഉപേക്ഷിച്ച് സാറ് ഞങ്ങളൊന്നുമില്ല, MDMA ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കഞ്ചാവാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് വരും, MDMA ആണെങ്കിൽ അതിൻ്റെ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ ടെസ്റ്റ് നമുക്ക് അപ്പോൾ തന്നെ അവർ സലൈവ എടുത്ത ഇതുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ എഫക്റ്റീവാണ്. ഞങ്ങൾക്ക് കുറച്ച് കിറ്റ് കിട്ടി. 4 വർഷം മുമ്പായിരുന്നു, പിന്നീട് ഒരു പരിശോധന ഉണ്ടായിട്ടില്ല. പിന്നീട് ആ കിറ്റ് കിട്ടിയിട്ടില്ല. ആ കിറ്റ് നല്ലൊരു എഫക്റ്റീവാണ്. ആ കിറ്റ് എനിക്ക് തോന്നുന്നു ആ കിറ്റിൻ്റെ പരിശോധനാ ഫലം ശാസ്ത്രീയമായ പരിശോധനാ ഫലമായിട്ട് കോടതികൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി അതാണ്. അവരെപ്പോഴും ശാസ്ത്രീയ പരിശോധനാ ഫലം നമ്മുടെ കോടതികൾ അത് അഡ്മിസിബിൾ ആകുന്നത് ഏത് പരിശോധനാ ഫലമാണോ അതേ അംഗീകരിക്കുകയുള്ളൂ. ഈ പരിശോധനാ ഫലം ഈ കിറ്റൊന്നും കോടതികൾ അംഗീകരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിന് ഇപ്പോൾ പണ്ട് എക്സൈസിൻ്റെ ചാരായം ഉണ്ടായിരുന്ന മൊബൈൽ ടെസ്റ്റിംഗ് ലാബുണ്ട്. അപ്പോൾ ഒന്ന് പിടിക്കുന്നത് പച്ചവെള്ളമാണോ അല്ലെങ്കിൽ സ്പിരിറ്റാണോ അല്ലെങ്കിൽ ആ രീതിയിൽ അറിയുന്നതിന് വേണ്ടി മൊബൈൽ അപ്പോൾ തന്നെ പരിശോധിക്കാൻ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് അതുപോലെ അത് കോടതികൾ അംഗീകരിച്ചതാണ്. അതുപോലെയുള്ള കോടതികൾ അംഗീകരിക്കുന്ന തെളിവുകൾ വരുന്ന നിലയിൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിനുള്ള
മൊബൈൽ ലാബുകൾ എല്ലാ ജില്ലകളിലും കൊടുക്കുകയാണെങ്കിൽ ഒരു കോൺട്രാബാൻഡ് ഐറ്റം അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന സബ്സ്റ്റൻസ് പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു വെരിഫൈ അത് കോൺട്രാബാൻഡ് ആണോ സബ്സ്റ്റൻസ് ആണോ. കാരണം ഇതിൻ്റെ അകത്ത് നമ്മളൊരാളെ പിടിക്കുന്നു, ഇപ്പോൾ കൊക്കൈൻ ആണെന്ന് പറഞ്ഞ് പിടിക്കുന്നു, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ആണെന്ന് പിടിക്കുന്നു, അത് 2 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം അത് ഈ പറയുന്ന അരിപ്പൊടിയായി മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കസ്റ്റഡിയിലെടുക്കുന്ന പോലീസോ എക്സൈസോ അല്ലെങ്കിൽ റിമാൻഡിൽ പോകുന്നൊരു സാഹചര്യത്തിൽ പിന്നീട് പിടിച്ച ആളുകൾക്കെതിരെ ആ പ്രതി പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അറ്റ് ദ വെരി സെയിം ടൈം സീഷർ എഫക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് പരിശോധിക്കാനായിട്ടുള്ള സംവിധാനവും അങ്ങനെ ആ പരിശോധനാ ഫലം കോടതികൾ അംഗീകരിക്കുന്ന നിലയിലേക്ക് അത് വരികയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പരിധിവരെ ഇഫക്റ്റീവായിട്ടുള്ള ഈ ഡ്രഗ് അബ്യൂസിനെ നമുക്ക് തടയാൻ. ഈ പറയുന്ന കാലതാമസം വലിയൊരു ഘടകമാണ്. ഇപ്പോൾ പറയുന്ന പോലെ പരിശോധനാ ഫലം കിട്ടാൻ വൈകുന്നു, അല്ലെങ്കിൽ തന്നെ ഇത് ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ വരുമ്പോൾ മാസങ്ങളോ വർഷങ്ങളോ പോയേക്കാം. ഈ കോടതിയിൽ തന്നെയുള്ള വിചാരണകൾ പലതും വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകളുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നേരത്തെ പോക്സോ കേസിൻ്റെ കാര്യം സൂചിപ്പിച്ച് ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡ്രഗ്സിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ പോലും തന്നെ അവരുടെ ഇപ്പോൾ എടുക്കുന്ന ഡ്രസ്സുകൾ അതുപോലെ തന്നെ പിടിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഫോറൻസിക്കിലേക്ക് പോയാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാ ജില്ലകളിലും ഓരോ ലാബുകൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പരിശോധിക്കുക. ഇവിടെ കേരളത്തിൽ തന്നെ എത്ര ജില്ലകളിലുണ്ട് ലാബ്, അല്ലെങ്കിൽ കേരളത്തിൽ എത്ര ലാബുണ്ടെന്ന് ചോദിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇപ്പോൾ എല്ലാ കോടതികളിലും കേസുകൾ കെട്ടിക്കിടക്കുന്നത് അവൈറ്റ് FSL റിപ്പോർട്ട് ഇതിനാണ്. കാരണം കോടതികളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ദി FSL റിപ്പോർട്ട് ട്രയൽ തുടങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഇത് തന്നെയാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ NDPS കോടതികൾ ഇപ്പോൾ കേരളത്തിൽ സ്പെഷ്യലായിട്ട് NDPS കോടതികൾ എവിടെയൊക്കെയാണ്? ഒന്ന് വടകരയും പിന്നെ ഒന്ന് തിരുവനന്തപുരത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ കോടതികൾ വന്നു കഴിഞ്ഞാൽ അതുപോലെയുള്ള ആ കേസുകൾ ആ സ്പെഷ്യൽ കോടതികളുടെ പെട്ടെന്ന് തന്നെ വിചാരണ നടത്തി. കാരണം ഈ പിടിക്കുന്ന പോലീസിനും അതിന് വിധേയരാകുന്ന ആളുകളും അല്ലെങ്കിൽ അതിന് സാക്ഷികളാകുന്ന ആളുകൾക്കും എത്രയും നേരത്തെ വിചാരണയിൽ പങ്കെടുത്ത് അതിന് പ്രോസിക്യൂഷൻ അനുകൂലമായി കോടതിയിൽ ലോയലായൊരു സാക്ഷിമൊഴി കൊടുക്കാനായിട്ടാണ് എനിക്ക് താല്പര്യം. കുറേ നാളുകൾ കഴിഞ്ഞ് അവരുടേതായിട്ടുള്ള ജീവിത അന്തസ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കോടതിയിലേക്ക് വരാൻ പറ്റാതാവുന്നു, ചിലർ മരിച്ചു പോകുന്നു, ചിലർ വരാൻ വിദേശത്ത് പോകുന്നു. അപ്പോൾ അതൊക്കെ ഒരു വിരോധാഭാസമുണ്ട്. അതായത് ഇത്തരം സംവിധാനങ്ങൾ ഫോറൻസിക് ഫലം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മൊബൈൽ ലാബുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഴ്ച വരുമ്പോഴും മദ്യത്തിൽ മുഴുകിയവർക്ക് അല്ലെങ്കിൽ ആ മേഖലയുമായിട്ട് ലഹരി ഉപയോഗിക്കുന്നവർക്ക് വിമുക്തി എന്ന നിലയിൽ ഒരുപാട് ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനപ്പുറം തന്നെ ഇത്രയും നൂതന സംവിധാനങ്ങൾ കൂടി കൊണ്ടുവരേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ പറയുന്ന ലഹരി മുക്തി കേന്ദ്രങ്ങളൊക്കെ നല്ലതാണ്. നമ്മൾ ആ ഒരു സെൻസിറ്റൈസേഷൻ കൊടുക്കുന്നതും നല്ലതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും പ്രിവെൻറ്റീവ് മെഷറാണ്. നമ്മുടെ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ലുക്കെന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമ്മളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞിട്ടാണ് നമ്മളതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഇൻസിഡൻറ്റ് ഓറിയൻറ്റഡാണ്, അങ്ങനെ നമ്മൾ പറയുന്നത്. വിക്ടിം ഓറിയൻറ്റഡ് ഒന്നും നമുക്കില്ല. ഒരു സംഭവം ഉണ്ടായി അതിന് ശേഷം നമുക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ, എന്നാൽ ആ സംഭവം ഉണ്ടാവാതിരിക്കുന്നതിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളെപ്പറ്റി നമ്മൾ ആരും ആലോചിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും ആവശ്യം ഡ്രഗ് അബ്യൂസ് കൂടി വരുന്നു, അതുമായുള്ള കേസുകൾ വരുന്നു, ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എന്താണ് അതിൻ്റെ കാരണം, ആ കാരണം മനസ്സിലാക്കി നമ്മളതിന് ഈ ടീനേജേഴ്സ് നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, സ്കൂളിൽ പോകുന്നു അല്ലെ കോളേജിൽ പോകുന്നു. എത്ര പേര് കോളേജിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ ബാഗ് പരിശോധിക്കുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസിക ശാരീരികമായിട്ടുള്ള അവസ്ഥയെപ്പറ്റി നോക്കിക്കാണാനുണ്ട്. എത്ര അച്ഛനമ്മമാർ എന്നെ ഈ പറയുന്ന ആളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവൻ പോയിട്ട് അവൻ്റെ കൂട്ടുകാരാരൊക്കെയാണ്, കൂട്ടുകാരെവിടെയൊക്കെ പോകുന്നു, ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിനാണ് പോകുന്നു പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, ഇത് ശ്രദ്ധിക്കാൻ നീ ഇന്നലെ പോയിട്ട് ഇന്നലെ രാത്രി എപ്പോൾ വന്നു, നീ വരുമ്പോൾ ഞാൻ വാതിൽ തുറന്നിടാം, നീ എപ്പോൾ വേണമെങ്കിലും വന്നു. ഇതൊന്നും അന്വേഷിക്കാൻ നമ്മുടെ ആളുകൾക്ക്, ഞാനും നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിലുള്ള നമ്മളൊക്കെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന ആളുകളിലൊക്കെ ഏത് രീതിയിലാണ് അവർ അതിനെ നോക്കിക്കാണുന്നത്? അവർക്ക് നേരമില്ല, വിളിച്ചന്വേഷിക്കാൻ നേരമില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മകനെ കാണാനില്ല. ഇപ്പോൾ എത്ര കുടുംബങ്ങളിൽ നിന്നും സ്വന്തം മക്കൾ ഒരു ബൈക്കെടുത്ത് പോകുന്നവരെ മക്കൾ അറിയാതെ GPS എത്രയോ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന മാതാപിതാക്കൾ മക്കൾ അറിയാതെ ചെയ്യുന്നവരുണ്ടെന്നറിയാം. തൃശ്ശൂർ ജില്ലയിൽ എനിക്കറിയാം, മക്കൾ അറിയുന്നില്ല. എന്നിട്ട് രാത്രി ഒരു 12 മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും, എൻ്റെ മകൻ ഇന്ന സ്ഥലത്തെ സ്റ്റോപ്പിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ അറിഞ്ഞു? അല്ല, ഞാൻ GPS, സാറത് പറയരുത്, GPS ഞാൻ അവനറിയാതെ അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മകൻ ഇങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരമ്മയ്ക്ക് പോലീസിൻ്റെ അടുത്തോ എക്സൈസിൻ്റെ അടുത്തോ എൻ്റെ മകൻ ഇങ്ങനെ പോകുന്നു എന്ന് പറയാൻ പേടിയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈകുന്നേരം അവൻ ഇതേപോലെ തന്നെ MDMA കഴിച്ചിട്ട് വന്ന് നേരെ അച്ഛൻ്റെ അമ്മയുടെ, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, നിങ്ങളിതിൽ ഇടപെടണ്ട. കുടുംബത്തിൽ 2-3 ആളുകളേ ഉള്ളൂ. പേടിയാണ് മാതാപിതാക്കൾക്ക് മക്കളെ ഗുണദോഷിക്കാൻ. അതാണ് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം. അതുകൊണ്ടാണല്ലോ ഈ ഒളിച്ചോട്ടം,
അതുപോലെ തന്നെ ആത്മഹത്യാ പ്രവണത. ഒന്ന് ചോദിച്ചാൽ രണ്ടാമത്തേന് മുറിക്കകത്ത് കയറി വാതിലടച്ച് ആ ചോദിച്ചതിനെതിരെ പോകുന്ന രീതിയിലേക്കാണ് കുട്ടികൾ പോകുന്നത്. അപ്പം ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സാറ് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അറിയണ്ട, അതിൻ്റെ പിന്നിലുള്ള കാര്യം അതാണ്. ഞാൻ പറഞ്ഞിട്ടാണെന്ന് അറിയണ്ട. ഈ MDMA ഉൾപ്പെടെയുള്ള പുതിയ കുറേ ലഹരി വസ്തുക്കൾ, അതിൽ കുറേ പേരുകൾ അങ്ങേക്ക് തന്നെ അറിയാൻ കഴിയും. ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മദ്യമാണെങ്കിൽ മണമുണ്ടാവും, കഞ്ചാവാണെങ്കിലും ചെറിയ രീതിയിലുള്ള ഗന്ധമുണ്ടാവും എന്ന് പറയുന്നു. മറ്റുള്ളതൊന്നും അറിയാത്ത രീതിയിലുള്ളതാണ്. എങ്ങനെ കുടുംബത്തിലുള്ളവർക്ക്, വീട്ടുകാർക്ക് തിരിച്ചറിയാൻ കഴിയും കുട്ടി എങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്? പ്രത്യക്ഷത്തിൽ തന്നെ ഒരു വീട്ടുകാരോടുള്ള അപ്രോച്ച്, അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിൽ ഏറ്റവും ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ കണ്ട മകനല്ല ഇന്ന് കാണുന്നത് സാർ. അതായത് അക്രമവാസന ഭയങ്കരമാണ്. ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര അക്രമവാസനയാണ്. അതായത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മെയിനായിട്ട് അച്ഛനമ്മമാരെ അടുത്ത് വെച്ചാൽ ഒരു പക്ഷേ അവരിത് തിരിച്ചറിഞ്ഞിട്ട് നോ എന്ന് പറയുമ്പോൾ ആരാണ് നോ പറയണത് അവർ മെക്കിട്ട് കയറുക. ഏറ്റവും ആദ്യം പറയുക സ്വാഭാവികമായിട്ട് നോ എന്ന് പറയുന്നത് വീട്ടുകാരായിരിക്കും. അതിൽ സംഭവം കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം അവർ പ്രതികരിക്കും. എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭീകരമായിട്ടായിരിക്കും അവർ പെരുമാറുക. അതായത് അച്ഛനെ ഇടിക്കുക, അമ്മേനെ ഇടിക്കുക, എത്രയോ കേസുകൾ ഞാൻ പറഞ്ഞില്ലേ 2000 പേര് പിടിക്കാൻ ചെല്ലില്ല, അത്രയും തന്നെ ഇതുപോലത്തെ ഇമ്പാക്റ്റ് ഉള്ള ഒരു കേസുകളായിരിക്കും. അച്ഛനെ ഇടിച്ചിട്ടുള്ളത്, അമ്മേനെ അടിക്കുക, ഡ്രസ്സ് മുഴുവൻ കത്തിച്ച് കളയുക, TV എറിഞ്ഞ് പൊട്ടിക്കുക, അതൊക്കെ ഒരു വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ പ്രതികരണം എന്തായാലും ഒരു മാറ്റം. ഈ പറഞ്ഞ പോലെ ഇന്നലെ കണ്ട മകനല്ല ഇന്ന് കാണുക എന്ന് പറയുന്ന തന്നെ നമ്മൾ ശരി ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു രീതി തന്നെ. അത് കഞ്ചാവ് വലിക്കണേക്കാട്ടും കൂടുതലായിട്ടുള്ളൊരു എഫക്റ്റ് വരുന്നത് MDMA ആണ്. MDMA ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ നേരത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല. മനസ്സിലായോ? ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം വരില്ല. നമ്മൾ ഉറക്കഗുളിക കഴിച്ചാൽ പോലും ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അതായത് ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിനെ നമ്മുടെ ഡോപ്പോമിൻ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ഒരു ഡോപ്പോമിൻ ക്രമാതീതമായിട്ട് ഡോപ്പോമിൻ അങ്ങോട്ട് വർദ്ധിക്കും. അപ്പോൾ അത് ഹൈയിലേക്ക് പോകുക എന്നുള്ള ഒരു രീതി, പറക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതി പറയില്ലേ. അപ്പോൾ പിന്നെ അത് വീണ്ടും വേണ്ടി വരും. വീണ്ടും കിട്ടാതെ വരുമ്പോഴുള്ള ഇമ്പാക്റ്റ്, അതായത് വിഡ്രോൽ സിംറ്റമൊക്കെ ആ സമയത്തൊക്കെ ഭീകരമായിട്ടുള്ള. ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ കൈ മുഴുവൻ ബ്ലേഡ് കൊണ്ട് മുറിച്ച് വെച്ചിക്കുക, കൈ മൊത്തം ഈ സൈഡിലൊക്കെ ബ്ലേഡ് കൊണ്ട് മുറിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് സാർ, അവൻ ഒന്നുകൂടി നമ്മളായിട്ട് കുഴപ്പമില്ലാത്തൊരു പയ്യനാണ്. അപ്പോൾ പറയുന്നത് സാർ എനിക്ക് കിട്ടാതെ വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്, പക്ഷെ എനിക്കത് ബ്ലഡ് കണ്ടാൽ എനിക്ക് ഓക്കെ. മനസ്സിലായി? ബ്ലഡ് കണ്ടാൽ പിന്നെ എൻ്റെ ആ ഒരു ഇതൊക്കെ തീർന്നു. അപ്പോൾ ബ്ലഡ് കാണാൻ വേണ്ടിയിട്ട് അവൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു വലത് കൈൻ്റെ ഈ ഭാഗങ്ങളിൽ നോക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെ മുറിവുകൾ വയ്ക്കും. അത് മെയിനായിട്ട് ഈ ഒരു ഇത് മുറിച്ച് പൊടി എങ്ങനെയാണ്? അതല്ല, അതായത് ഈ വിഡ്രോൽ പീരീഡ്, അതായത് കിട്ടാതെ വരുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതായത് ഞാൻ ഒരു പയ്യനോട് ചോദിച്ചപ്പോൾ നിനക്കിത് എങ്ങനെ എഫക്റ്റ് ചെയ്യണം, കിട്ടാതെ വരുമ്പോൾ നിനക്കത് എങ്ങനെ? അവൻ പറയുന്നത് സാർ ഒരു 10 ദിവസം ഇപ്പോൾ സാറ് ഉറങ്ങില്ല. എന്നോട് അങ്ങനെ പറഞ്ഞു, സാറ് ഇപ്പോൾ 10 ദിവസം ഉറങ്ങില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പുലർച്ചെ 2 മണിക്ക് ഉറക്കം വരാതെ സാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവില്ലേ, അപ്പോൾ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയാണ് ഇത് കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾക്ക് വരുമ്പോൾ അവസ്ഥ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു വെറി പിടിച്ച പോലത്തെ ഇതായിരിക്കും. അപ്പോൾ ഏത് രീതിയിലും ഞങ്ങൾക്കിത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത് നോക്കും. തീരെ കിട്ടില്ല എന്ന് കാണുമ്പോൾ ഈ അവസാനം ഈ കൈ കൈ മുറിക്കുമ്പോൾ ആ ബ്ലഡ് കാണുമ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ സുഹൃത്തല്ല ഒരു കക്ഷിയുടെ എടുത്ത് എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഇത് തന്നെയാണ് അതിലും പറയണത്, ഇത് തന്നെയാണ്. എനിക്ക് ബ്ലഡ് കണ്ടാൽ ഓക്കെ. മനസ്സിലായി? അപ്പോൾ ഈ ബ്ലഡ് ഈ കൈമ മുറിയുന്ന ഭാഗങ്ങൾ, അങ്ങനെ വല്ല മക്കൾ ഈ ഭാഗങ്ങളിൽ മുറിച്ചിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഇത് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ശാരീരിക മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ വീട്ടുകാർക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പയ്യൻ ഭക്ഷണത്തിലും ഉറക്കത്തിലുമൊക്കെ അല്ല, ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പയ്യൻ സ്ഥിരമായിട്ട് കഞ്ചാവ് വലിക്കുന്ന ഒരു പയ്യനായിരുന്നു. അവനെ ഞാൻ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പലതവണ കൊണ്ടുപോയിട്ടുള്ളതാണ്. അവർ ഫാമിലിയായിട്ട് ഞാൻ നല്ല അറ്റാച്ച് ആയിരുന്നു ഈ കഞ്ചാവ് കേസിൽ ബന്ധപ്പെട്ടിട്ട്. ഒരു 6 മാസത്തേക്ക് ഇവനെ പിന്നെ കണ്ടിട്ടില്ല. 6 മാസം കഴിഞ്ഞിട്ടാണ് ഇവൻ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചുകൂടാ, ഞാൻ 6 മാസം കണ്ടില്ല, നീ ഇപ്പോൾ ഉപയോഗിക്കണ്ട. അമ്മ പറയണത് ഇപ്പോൾ അങ്ങനെയൊന്നും വീട്ടിലധികം വരാറില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയാറുള്ളത്. അല്ല സാറേ ഞാൻ അപ്പോൾ ഇതിനൊന്നും മറുപടി പറയില്ല. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു പൊതി, ഒരു ബ്രൗൺ കളറിലൊരു പൊതി, സാറേ ഇതൊന്ന് നോക്കിട്ടാന്ന് പറഞ്ഞു.
അപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോൾ വെള്ളപ്പൊടി കുറച്ചുള്ള വളരെ എത്ര പോകുന്നൊരു വെള്ള പൊടി പോലെ ഒരു ഇത്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. കാരണം ഇവൻ കഞ്ചാവാണ് ഉപയോഗിക്കേണ്ടായിരുന്നു. നീ എന്ന് തൊട്ടാണ് നീ MDMA ഉപയോഗിച്ച് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ചൂടായി ഒന്ന് സംസാരിക്കാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, സാറേ തല്ലല്ല, ഇത് MDMA അല്ല. പിന്നെ അതെന്താ സാർ, ഇത് എൻ്റെ പല്ല് പൊടിഞ്ഞെന്ന് പറഞ്ഞു. പല്ല് പൊടിഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ പല്ല്, അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ നീ MDMA ഉപയോഗിക്കേണ്ടത്? സാർ 6 മാസമായിട്ട് സാർ ഞാൻ MDMA ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ MDMA ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് പൊടിയുന്നൊരു അവസ്ഥയുണ്ട്. ഞാൻ ഈ കാര്യം ഞാൻ കഴിഞ്ഞ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ എടുത്തപ്പോൾ അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞു, ഒരു പയ്യൻ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചിട്ട് സാറേ, അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അത് മറ്റേ സാധനം ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു. ആ ടീച്ചർ എന്നെ പ്രസൻസ്, ഞാൻ ഈ ഒരു ഉദാഹരണം പറയുമ്പോൾ ആ ടീച്ചർ ക്ലാസ്സിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞാണ്. അപ്പോൾ MDMA ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ല് പൊടിയുന്നൊരു അവസ്ഥ വരും. പിന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സൈഡിൽ പത പോലെ ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ വരും. അത് കഞ്ചാവല്ല, MDMA ഉപയോഗിക്കുമ്പോഴാണ് ഈ കൂടുതലായിട്ട് ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ. പിന്നെ ഇതന്നെയാണ് പ്രധാനമായിട്ട് അക്രമവാസന. അത് കണ്ടാൽ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒപ്പം തന്നെ ഇതിന് പണം കണ്ടെത്താൻ വീട്ടിൽ ശ്രമിക്കുന്നത് അത് വേറൊരു മാർഗമാണ്. ഒരുപാട് വില കൂടിയതല്ലേ. ഇവിടെ ചോദിച്ച പോലെ ആകാശത്തിലും അല്ല ഭൂമിയിലും അല്ലാത്ത നിലയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പറക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നു എന്നുള്ള നിലയിലേക്ക് അങ്ങോട്ട് ആക്റ്റീവാകുകയാണ്. ആ ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞത് അവനല്ല, ശരിക്കുള്ള പേഴ്സണാലിറ്റിയിലല്ല അത് ചെയ്യുന്നത്, മറ്റൊരു ഡ്യുവൽ പേഴ്സണാലിറ്റിയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്കാണ് ആ ഒരു ടൈമിൽ. ഇത് കഴിച്ച സമയത്ത് ചെയ്യുന്നതിനേക്കാൾ വലിയ ഈ കഴിക്കാതെ കിട്ടാതെ വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കരമായ വയലൻറ്റ് സിറ്റുവേഷൻ, ഒരു ഡയബോളിക് സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് പഠനങ്ങളിലൊക്കെ പറയുന്നത് അതാണ്. അപ്പോൾ അത് ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ പാരിതോഷികം. ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഗമായി നടക്കുന്നൊരു ഭാഗം കൂടിയുണ്ട്. ഇവരെ നമ്മൾ അക്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവരെന്തുകൊണ്ട് ഇതിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ കുടുംബത്തിലുള്ള ദാരിദ്ര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വൾണറബിലിറ്റി, അവരുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെ പ്രശ്നങ്ങളാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ അത് ഞങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഒരുപാട് സഹായികൾ ഇൻ്റർമീഡിയറീസ് ഇതിൻ്റെ അകത്ത് വരുന്നു. ആ ഇൻ്റർമീഡിയറീസ് വരുമ്പോഴത്തേക്കും ശരി, നീ ഇത് ഇന്ന സംഗതി ഇന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്താൽ നീ ഉപയോഗിക്കേണ്ട കാര്യമില്ല, അത് നിനക്ക് ഇത്ര രൂപ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ കാരിയേഴ്സായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം അവനിലേക്ക് വരുന്നത് എന്നാൽ പിന്നെ ഇതൊന്നും ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം. അപ്പോൾ ആ രീതിയിലേക്ക് ഇവരെ മാടി വിളിക്കുന്ന ഒരു സമൂഹം, ഒരു എൻഡേസ് ചെയ്യുന്ന നിലയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവരെ തുടക്കത്തിൽ തന്നെ ഇനി മറ്റൊരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പുറത്ത് ഒരുപാട് കടകളും ഒരുപാട് സ്ഥലങ്ങളും പോലീസ് ഔട്ട് പോസ്റ്റുകളും അതുപോലെ തന്നെ കൃത്യമായി വാച്ച് ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെയുണ്ട്. കൃത്യമായ നിലയിൽ സ്കൂളുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അവിടെ ചുറ്റുവട്ടമുള്ള കടകളെ കേന്ദ്രീകരിച്ചും ജംഗ്ഷനുകളെ കേന്ദ്രീകരിച്ചും സ്കൂള് തുടങ്ങുന്നതിന് മുമ്പ് സ്കൂൾ തുടങ്ങിയതിന് ശേഷവും ഇൻ്റർവൽ സമയങ്ങളും ഉച്ചഭക്ഷണ സമയങ്ങളിലും ഒക്കെ കുട്ടികൾ മാറി മാറി കൂട്ടമായി ഗ്രൂപ്പായി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നു വാച്ച് ചെയ്യാനുള്ളൊരു സംവിധാനം നമുക്ക് വളരെ കുറവാണ്. കാരണം അധ്യാപകർക്ക് പഠിപ്പിക്കാൻ തന്നെ നേരമില്ല. പിന്നെ അവർക്ക് ഒരു കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമുള്ളത് പലപ്പോഴും അധ്യാപകർ ഇത് ചോദ്യം ചെയ്യാൻ ഭയക്കുന്നു എന്നുള്ളതാണ്. ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥിയും അവരുടെ രക്ഷിതാവും കൂടി പരാതി കൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അബ്യൂസാണ്. ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ ഈ പറയുന്ന അധ്യാപകരിപ്പോൾ കുട്ടികളെ ഗുണദോഷിക്കാൻ പേടിക്കുകയാണ്. നമ്മുടെയൊക്കെ ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അടി കൊണ്ട് ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മൾ അടിക്കുന്നതിനൊന്നും ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് തീർച്ചയായിട്ടും. അപ്പോൾ അത് ചോദിച്ചാൽ വീട്ടുകാർ വന്ന് അധ്യാപകനോട് പറയുന്നതല്ല, അധ്യാപികയോട് പറയുന്നത് ടീച്ചറാണ് അല്ലെങ്കിൽ അധ്യാപകനാണ് ഈ കാര്യത്തിന് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. എൻ്റെ മകൻ അങ്ങനെയൊന്നും പോവില്ല, എൻ്റെ മകനെ എനിക്ക് വിശ്വാസമാണ്, അവൻ അങ്ങനെ പോകുന്ന ആളല്ല. ടീച്ചർ നോക്കൂ, അവൻ്റെ കൂട്ടുകാരാണ് അവനെ മോശമാക്കുന്നത്. എന്നാൽ ആ ആരാണ് കൂട്ടുകാരെന്ന് ചോദിക്കാൻ പോലും നമുക്കെപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു പ്രധാന സംഗതിയുണ്ട്. അപ്പോൾ നമ്മൾ മുഴുവൻ കുട്ടികളെ യൂത്തിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പോകാനുള്ള കാരണം, അവർ പോകുന്ന രീതി. അതുകൊണ്ട് ഏറ്റവും ആദ്യം നോക്കേണ്ടത് ടീനേജേഴ്സിൻ്റെ ഫ്രണ്ട്സിനെ നമ്മൾ വാച്ച് ചെയ്യുക. അവൻ ആരുടെയൊക്കെ കൂടെ പോകുന്നു, ഇവിടേക്ക്. ഇന്നിപ്പോൾ രാവിലെ പോയി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരു സാഹചര്യത്തിൽ ലേറ്റായി വരുന്നതിൻ്റെ കാരണം അന്വേഷിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഇത്തരം കേസുകൾ പിടിക്കുമ്പോൾ MDMA ഉൾപ്പെടെ പുതിയ രീതിയിലുള്ള ലഹരി വസ്തുക്കൾ അത് എവിടെ നിന്ന് കൂടുതലും ചിലപ്പോഴൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറയാറുണ്ട്. എങ്ങനെയായിരിക്കും ആ ഒരു കാഴ്ചപ്പാട്? എങ്ങനെയായിരുന്നു? സാധാരണ കൂടുതലായിട്ടും വരുന്നത് ബാംഗ്ലൂർ, കോയമ്പത്തൂർ എന്നിവിടുന്ന സ്ഥലങ്ങൾ തന്നെയാണ്, അതിൽ സംശയമില്ല.
കഞ്ചാവ് ഉത്തരേന്ത്യയിൽ നിന്നാണ് അതെ അതെ അതെ, ആന്ധ്ര മറ്റുള്ള സ്ഥലങ്ങളിൽ. തൃശ്ശൂരിലുള്ള ചിലർ തന്നെ ഈ കഞ്ചാവ് കടത്തുന്നതിൽ ഇടനിലക്കാരായി അവിടെയുണ്ട്. അവിടെ താമസിച്ച് അവിടെ കൾട്ടിവേഷൻ നടത്തുന്നുണ്ട് അവരവിടെ. നമ്മൾ വിചാരിച്ചിരുന്ന ആദ്യം നമുക്ക് ഇച്ചിരി ഇടുക്കിയിൽ നിന്ന് വന്നിരുന്നത്, ഇടുക്കിയിൽ ഇപ്പോൾ വളരെ കുറവാണ്, ഇപ്പോൾ വീണ്ടും കൂടി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കൂടുതലായിട്ട് ആന്ധ്രാപ്രദേശ്, ഒഡീഷ മറ്റുള്ള സ്ഥലത്ത് നിന്ന് കൂടുതലായിട്ട് കിലോ കണക്കിനാണ് ട്രെയിൻ മാർഗവും മറ്റേ 4 വീലറായിട്ടും മറ്റു മാർഗം വരുമ്പോൾ ഇത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിച്ചപ്പോൾ 2000-ലധികം വിദ്യാർത്ഥികളെ തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതായി കണ്ടെത്തി ഈ സർവീസിലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? കൗൺസിലിങ്ങിൽ മാത്രം മതിയോ? ഇപ്പോൾ കുറച്ച് നാളുകൾ മുമ്പ് പാലക്കാട് നിന്നൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക്. അവരെ മകൻ ഉപദ്രവിക്കണു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ മകനെ ഞാൻ കുറേ നേരം സംസാരിച്ചപ്പോൾ മകന് നല്ല സൈസുണ്ട്, നല്ലൊരു ഫിഗറാണ്. അപ്പോൾ ഈ അമ്മയുടെ അച്ഛൻ്റെയും കെട്ടുകാരനാണ്. അപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചു, നിങ്ങൾക്ക് ഇത്രയും കുറേ നേരം സംസാരിച്ചാൽ ഇത്രയും നിങ്ങൾക്ക് നല്ല സൈസുള്ളതല്ല, നിൻ്റെ ആ ഒരു ഇത് നീ പുറമെ കാണിക്കണം, അത് ടെക്നിക്കലായിട്ട് നീ ഒരു ബോക്സിങ് നിങ്ങൾക്ക് പഠിച്ചോട്ടെ, ആ ഒരു ലെവലിലേക്ക് നിനക്ക് കൊണ്ടുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, സാർ എനിക്ക് ബോക്സിങ് നല്ല താല്പര്യമുള്ളതാണ്, ഞാൻ യൂട്യൂബൊക്കെ ഞാൻ നോക്കി കാണാറുണ്ട്, സ്ഥിരമായിട്ട് കാണാറുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചുകൂടെ, നിങ്ങൾക്ക് നിൻ്റെ ആ ഒരു നെഗറ്റീവ് സൈഡ് മാറ്റി ഇതിലേക്ക് നീ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സാർ അതിന് വീട്ടുകാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടും വീട്ടുകാർ, കാരണം വീട്ടുകാരെന്താണെങ്കിൽ അല്ല അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഇനി ഇതും കൂടിയും പഠിച്ചിട്ട് ഇനി എൻ്റെ കിട്ട് കയറുമോ എന്നുള്ളൊരു രീതി ആണ് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വീട്ടുകാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് വീട്ടുകാരെ പറഞ്ഞു, ഒരു അഗ്രിമെൻറ്റ് പോലെ ഇനി നീ ഇത് പഠിച്ചിട്ട് നീ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, നീ പഠിക്കണം, നീ പഠിപ്പും അതോടുകൂടി ഇതും കൂടി ചെയ്യാൻ മതി. 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം അവരെൻ്റെ അടുത്തേക്ക് വന്നു, ഒരു ട്രോഫി കൊണ്ട് വന്നു. അതായത് ആ വർഷത്തെ സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അതിൽ ഫസ്റ്റ് ഇവന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു ഇതാണ്. അങ്ങനെ ആ ഒരു വഴിക്ക് വിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇത് അതിലേക്ക് അവൻ കോൺസെൻട്രേറ്റ് ചെയ്തു. അവൻ്റെ ആ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പുള്ള ആ ഇത് മാറ്റിവെച്ച് ബോക്സിങ്ങിലേക്ക് അവൻ അതോടുകൂടി അവൻ സ്റ്റേറ്റ് ചാമ്പ്യനായി മാറി എന്നുള്ളതാണ്. അതെനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായ ഒരു കാര്യം തന്നെയാണ്. ചില രക്ഷിതാക്കൾ നാട്ടിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തുക, അതായത് ബാംഗ്ലൂരിലേക്കോ രാജ്യത്തിന് പുറത്തേക്ക് വിടുന്നതിന് തന്നെ ഒരു കാരണം ഇത്തരം കൂട്ടുകെട്ടിൽ പെട്ടുപോകുമോ എന്നുള്ള രീതിയിലുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ നെവർ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ പറയണത്, അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരിക്കലും നമ്മുടെ വിദ്യാർത്ഥികളെ മക്കളെ ബാംഗ്ലൂർക്ക് പഠിക്കാൻ വിടാൻ പാടില്ല. കാരണം ബാംഗ്ലൂർ എന്ന് പറയുന്നത് അതൊരു വേറൊരു ലോകമാണ്. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ MDMA ഉപയോഗിക്കുന്ന സ്ഥലം ബാംഗ്ലൂരാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന സ്ഥലം ബാംഗ്ലൂർ തന്നെയാണ്. അത് കഞ്ചാവ് ആകുമ്പോൾ ഈ പറഞ്ഞ ആന്ധ്രയും സാറ് പറഞ്ഞ പോലെ ആന്ധ്ര ഒറീസയാണ്, അവിടെ MDMA ഇല്ല. MDMA എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂരാണ്. അവിടുന്ന് കാരിയേഴ്സായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ പെൺകുട്ടികളാണ്. മനസ്സിലായി? ഏറ്റവും കൂടുതൽ അവരിപ്പോൾ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് പെൺകുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് പോലും അവർക്ക് അറിയില്ല, വാസ്തവത്തിൽ എൻ്റെ ശിക്ഷ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ നമ്മൾ ഒരിക്കലും കുട്ടികളെ, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. കാരണം 10 പേര് ഉണ്ടാവുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇപ്പം നമ്മൾ ഒന്ന് ആ പഠിക്കുന്ന കുട്ടി ആദ്യം ഓക്കെ ഞാൻ നല്ല രീതിയിൽ പോകാമെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ അവർ പെൺകുട്ടികളും കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കറക്കും, ഭയങ്കര ആ ഹൈഫൈ ലൈഫ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലായിരിക്കും. മനസ്സിലായി? അപ്പോൾ അത് നമ്മളത് ഇതിൻ്റെ പ്രൊഡക്ഷൻ എവിടെ വരുന്നത്? അതായത് ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞാണൊരു പ്രതിനെ ഞങ്ങൾ പിടിച്ചു. ബുർഹാനുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാവക്കാടുകാരനാണ്. ആ പ്രതിനെ പിടിച്ചപ്പോൾ 200 ഗ്രാം MDMA ആയിട്ട് പിടിച്ചത്. 200 ഗ്രാം MDMA. ആ 200 ഗ്രാം MDMA സോഴ്സ് അന്വേഷിച്ച് പോയപ്പോൾ അത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളിത് 2 പേരെ പിടിച്ചു. ഒരു പാലസ്തീൻകാരനും ഒരു നീഗ്രോനും പിടിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്കും കൊടുക്കുന്നവരുടെ നമ്മൾ നോക്കിയപ്പോൾ കെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൽഹിക്കാരനാണ്, അത് നൈജീരിയക്കാരനാണ്.
അപ്പോൾ ഒരു കേസിൽ തന്നെ 3 ഫോറിനറെ നമ്മൾ പിടിച്ചു തന്നു. മനസ്സിലായി? അപ്പം ഇത് കൂടുതൽ നമ്മൾ ഏത് കേസ് കേരളത്തിൽ എന്ത് MDMA പിടിച്ചാലും അതിൻ്റെ അറ്റം വന്ന് നിൽക്കുന്നത് നീഗ്രോകളാണ്, മീൻസ് ആഫ്രിക്കൻസാണ് ഇത് കൂടുതൽ വരാം. അപ്പോൾ ഈ കെന്നിനെ പിടിച്ചപ്പോൾ നമുക്ക് അവരിൽ ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ല, റെഫ്യൂജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രം, റെഫ്യൂജി, വേറെ പാസ്പോർട്ടും ഇല്ല, ഒന്നുമില്ല അവരിൽ. അവർ കാണിച്ചു തരാൻ ഒന്നുമില്ല. അപ്പോൾ ഈ സുഡാനികൾ എല്ലാവരും മുമ്പ് ഈ കേരളത്തിൽ മീൻസ് ഇന്ത്യയിൽ വന്ന് പഠിക്കുന്ന ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള ഇതിൽ പഠിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷെ അവർ പഠിച്ചിട്ട് അവർ എല്ലാവരും ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു ഡ്രഗ്സിൻ്റെ ബിസിനസ്. അത് ഗവൺമെൻറ് അത് കാര്യമായിട്ട് തന്നെ അത് ശ്രദ്ധ പതിക്കണം. അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉള്ള രീതിയിൽ ഏത് രീതിയിലായാലും അത് ശ്രദ്ധ പതിക്കേണ്ട ഒരു കാര്യം. നേരത്തെ പറഞ്ഞൊരു സംഭവം, ഈ പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് കടത്തൽ കരിയേഴ്സ് ആവുകയാണ്. ഇതിൽ അവർക്ക് അതിൻ്റെ എന്തുമാത്രം ശിക്ഷ ലഭിക്കും എന്നുള്ളതൊന്നും ഒരുപക്ഷെ അവർക്ക് അറിയുന്നില്ലായിരിക്കില്ല. അവർക്ക് കൃത്യമായി അതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഈ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ, കാരണം സ്ത്രീകളെയും പെൺകുട്ടികളെയും ആരും പെട്ടെന്ന് പോലീസ് ഇത് കൈവശം ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരെ ആരും സംശയിക്കില്ല. അത് തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുമ്പോൾ മുൻകാലങ്ങളിൽ സംശയിച്ചിരുന്നില്ല, ഇപ്പോൾ കൂടുതലും സംശയിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഒരു അബ്യൂസിൻ്റെ ഒരു അതിൽ ഉൾപ്പെടുന്ന ആളുകളുടെ ഒരു എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ ഹൈക്ക് എന്ന് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ചെയ്ത് ഇതിനെന്താണ് കുഴപ്പം, കുറച്ച് നേരത്തേക്ക് ഒന്ന് ഈ ഭൂമിയിലോ അല്ല ആകാശത്തിലോ അല്ല എന്നുള്ള നിലയിൽ നിൽക്കാം, കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പിന്നീട് അതിന് അഡിക്ഷനിലേക്ക് പോകുന്നു. ഇപ്പം ഇത് ഡ്രഗ് ഈ പറയുന്ന NDPS ആക്ടിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് കഴിച്ചവരെയും കൊണ്ടു നടക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും എല്ലാവരെയും അതുപോലെ തന്നെ അറ്റംപ്റ്റിന് പോലും കുറ്റകരമാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഈ NDPS ആക്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു? കഴിക്കുന്നത് പോലും കുറ്റകരമായിട്ട്, കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കഴിച്ചതിനുള്ള തെളിവുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്നത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ കേസെടുക്കുക. അത്ര ശക്തമായ പണിഷ്മെൻറ്റുകളാണ് ഉള്ളത്. പക്ഷെ ഇത് പലപ്പോഴും ചില വിക്ടിമൈസ് ചെയ്യപ്പെട്ട് വരാറുണ്ട്. ചിലപ്പോൾ ബാഗിൻ്റെ അകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ചിലപ്പോൾ അവർ പാക്ക് ചെയ്ത് വെച്ച ബാഗിൻ്റെ അകത്ത് അവരറിയാതെ ചിലപ്പോൾ ആരെങ്കിലും ഇട്ടതായിരിക്കാം. അത് മിക്കവാറും അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവരുന്നൊരു സാഹചര്യം. പിന്നെ അതിന് നല്ലൊരു പണം ലഭിക്കുന്നു, അതിനുള്ള സാഹചര്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സമൂഹത്തിൽ ചിലർക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത ഒരാളെ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സമൂഹം മാറ്റി നിർത്തുന്നു ഈ കുട്ടികളുടെ ഇടയിൽ. അപ്പോൾ ഞാനൊരു ഇച്ചിരി മദ്യപാനിയാണ്, മദ്യം കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസോ അതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉപയോഗിക്കുന്ന ആളാണ് താനെന്നും പറയുന്നത് ഒരു ക്രെഡിറ്റായിട്ട് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. കാരണം അവരെ ഒന്ന് സൈഡ് ലൈൻ ചെയ്യുന്നു, മാറ്റി നിർത്തുന്നു. ഞങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, നിങ്ങളൊന്നും ഉപയോഗിക്കാത്ത ആൾ, നിങ്ങളൊക്കെ വേറെ ആളുകൾ എന്നുള്ള നിലയിലൊക്കെ. അപ്പം ആ ഒരു മുഖ്യധാരയിലേക്ക് വരാൻ ഞാനിത് ഒന്ന് കഴിച്ച് ഞാനതിന് ട്രെയിൻഡായി എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ക്രെഡിറ്റായിട്ട് പോകുന്നൊരു സാഹചര്യം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത് കൂടുതലാവുകയാണ്, പ്രബുദ്ധരാണ്. തീർച്ചയായിട്ടും പറഞ്ഞ ഒരു വളരെ കാര്യം കറക്റ്റാണ്. ബാംഗ്ലൂർ ഇതിൻ്റെ ഒരു ഹബ്ബാണ്, ഒരു തർക്കവും വേണ്ട. ഒരുപാട് സംഭവങ്ങൾ ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് നമുക്കും വിവരങ്ങൾ കിട്ടാറുണ്ട്. ബാംഗ്ലൂർ എന്ന് പറയുന്നതാണ്, ബാംഗ്ലൂർ, ഡൽഹി, പൂനെ ഇതൊക്കെ മോശമില്ലാത്ത സ്ഥലങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്തരം കേസുകളിൽ വരുമ്പോൾ ചില റാക്കറ്റുകളിൽ എത്തിപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് കോളേജുകളുമായി ബന്ധപ്പെട്ടുള്ള വിതരണത്തിൽ എത്തിപ്പെടാറുണ്ട്. പക്ഷെ അത് വലിയ രീതിയിലുള്ള ശ്രീ സുഹൃത്തുക്കളിലേക്ക് വരുമ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വലിയ റാക്കറ്റ് ഇപ്പോൾ കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ വിൽപ്പനക്കാർ സജീവമാവുകയാണോ, അങ്ങനെയാണോ ഉണ്ടാകുന്നത്? റാക്കറ്റ് ഉണ്ട്. അതിൽ ഞാനെനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു, സാറ് കഞ്ചാവ് പിടിക്കണമെന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് നമ്പർ നോട്ട് ചെയ്യും. ആ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ വീട്ടിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നു പറഞ്ഞു. അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നമ്പർ നോക്കിയിട്ട് ഞാൻ വിളിച്ചു. ഞാൻ രാഹുൽ എന്നുള്ളൊരു പേര് പറഞ്ഞു. ഞാൻ സെൻട്രൽ ലൂഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയാണ്, രാഹുൽ എന്നാണ് പേര് എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോൾ 2-3 തവണ കട്ട് ചെയ്തു. അപ്പോൾ ആവശ്യക്കാരൻ വീണ്ടും വിളിക്കില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വീണ്ടും വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, നീ ആരാ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടുത്തെ നമ്പർ കിട്ടുക പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് രാഹുൽ എന്നാണ്, ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് തന്നത്, ഞാൻ മരുന്നിന് കുറച്ച് അഡിക്റ്റാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. അവിടെ പോലീസ് എക്സൈസ് റെയ്ഡ് ചെയ്യാൻ അവിടെ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടാണ്, ഒരു പേരും പറഞ്ഞു, എൻ്റെ ഫ്രണ്ടാണ് താങ്കളുടെ നമ്പർ തന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, മണ്ണുത്തിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി പറഞ്ഞു, ഞാൻ മണ്ണുത്തിൽ വന്നു. മണ്ണുത്തിൽ എന്നിട്ട് ഞാൻ വിളിച്ചു, ചേട്ടാ ഞാൻ മണ്ണുത്തിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, കാളത്തോട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാളത്തോടെത്തി എന്ന് പറഞ്ഞു.
നീ തൃശ്ശൂർക്ക് വരാൻ പറഞ്ഞു. അതായത് അവൻ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു കസ്റ്റമറാണുള്ളത്. അവൻ ടൗണിലെത്തി എന്ന് പറഞ്ഞ് റൗണ്ടിലെത്തി എന്ന് പറഞ്ഞ് വിളിച്ചു. നീ പള്ളിത്താമത്തിൽ പള്ളിത്താമം നമ്മുടെ വടക്കേ സ്റ്റാൻഡിൻ്റെ ഇറങ്ങണം അവിടെ ഇന്ത്യൻ കോഫി ഹൗസ് പള്ളിത്താമത്തിൻ്റെ അവിടെ വടക്കേ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുമ്പിലേക്ക് വരാൻ പറഞ്ഞു. അവിടെ കുറേ പയ്യന്മാരെ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലം. അപ്പോൾ ശരി ചേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് കുറേ പേരിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആരാന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ പള്ളിത്താമ ഇവിടെ സെൻട്രലിൽ എത്തിയിട്ടുണ്ട്, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആരാണ് പിടിക്കേണ്ടതെന്ന്. അവന് മനസ്സിലായി ഞാൻ ആരാണെന്നുള്ളത്. അതായത് എൻ്റെ ഫോൺ ആ സമയത്ത് എടുത്ത് നോക്കിയപ്പോൾ അപ്പോൾ അവന് മനസ്സിലായി ഞാൻ പോലീസാണെന്നുള്ളത്. അവൻ ബൈക്ക് എടുത്ത് നേരെ വിട്ടു. പിന്നാലെ ഞാൻ ചേസ് ചെയ്ത് അക്വാറ്റിക് കോംപ്ലക്സിൻ്റെ അവിടെ വെച്ചിട്ട് അവനെ വെച്ച് പിടിച്ചു. പിടിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നൊരു 5 പൊതി കഞ്ചാവ് കിട്ടി. ഈ 5 പൊതി കഞ്ചാവ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ 1 പൊതിയാണ് ഞാൻ ചോദിച്ചത്, ഈ ബാക്കി 4 പൊതി ആർക്കും കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പം ആദ്യം പറഞ്ഞു, സാർ അത് എനിക്ക് ഉപയോഗിക്കാനാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഓരോ പോലീസ് രീതിയിലൊന്ന് സംസാരിച്ചവൻ പറഞ്ഞു, സാർ അത് എൻ്റെ ഇത് കാത്തിട്ട് കുറച്ച് പേര് പറവട്ടാനി വസൂരിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ ശരി പോവാന്ന് പറഞ്ഞിട്ട് നേരെ അവരും കൊണ്ട് ഈ വസൂരിപ്പറമ്പിൻ്റെ അവിടെ പോയപ്പോൾ ഒരു 22 വിദ്യാർത്ഥികൾ ഈ കഞ്ചാവും കാത്തു നിൽക്കണം. അതിൻ്റെ ഇടയിൽ ഫോൺ കോൾ വരുന്നുണ്ട് ഇവന്. നീ എവിടെയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫോൺ കോൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു 10 ദിവസം പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു ആകാംക്ഷയോട് കൂടിയാണ് അവർ നോക്കുന്നത്. നോക്കുമ്പോൾ ഇവനെ ആദ്യം അത്ര നമ്മൾ ഇതാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ കാണിച്ചപ്പോൾ അവർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ റിങ് ചെയ്തിട്ട് പിടിച്ചു. 22 വിദ്യാർത്ഥികളെ പിടിച്ചു. ആ 22 പേരും വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് വിപണനം നടത്തുന്ന ഒരു ടീമുണ്ട്. അതുണ്ട്. അത് കാരണം ഒരു കസ്റ്റമറെ കിട്ടിയാൽ മതി, പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് അവനത് ഒറ്റയ്ക്ക് ഇരുന്ന് വലിക്കില്ല. കഞ്ചാവിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരെണ്ണം കിട്ടിയാൽ ഒറ്റയ്ക്ക് ഇരുന്ന് വലിക്കണ ശീലമില്ല. നമ്മൾ മദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ മദ്യം ഒരു വൈബായിട്ടാ സാധനം കിട്ടിയിട്ട് ഷെയർ ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓളം വൈബ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. സംഭവം കിട്ടിയെന്ന് നോക്കണമെന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായി. സംഭവം കിട്ടി. ഈ പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത് കഞ്ചാവാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടെത്തിയിട്ടുള്ള കഞ്ചാവ്. നിരവധി പെൺകുട്ടികളെ പിടിച്ചിട്ടുണ്ട്. നിരവധി പെൺകുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നിരവധി. അതിൻ്റെ ഗ്രാഫ് നമ്മൾ ഞെട്ടും. നമ്മളൊരു കണക്ക് പറയുകയാണെങ്കിൽ 2019 ഒരു 40 ഞങ്ങൾ സിറ്റിയിൽ പോലീസ് ഞങ്ങൾ പിടിച്ചിട്ടുള്ള ഷാഡോ പോലീസ് പിടിച്ച കണക്ക് പറയുകയാണെങ്കിൽ 49 കിലോണ് അന്ന് 2019 പിടിച്ചത്. 2020 MDMA ആദ്യമായിട്ട് MDMA പിടിക്കുന്നത് ഞങ്ങളാണ് തൃശ്ശൂർ സിറ്റിയിൽ. അന്ന് 4.98 അതായത് 5 ഗ്രാമിൻ്റെ അടുത്താണ് MDMA പിടിച്ചത്. അത് 2020. 2021 ഈ MDMA കണക്ക് നേരെ 203 ഗ്രാമായി. അതായത് ഈ 5 ഗ്രാമിൽ നിന്ന് 203 ഗ്രാമാണ്. അത് 2021. 2022 1213 ഗ്രാം MDMA കണക്ക് നോക്കണം, മനസ്സിലായി. 2023 കഞ്ചാവ് പറയുകയാണെങ്കിൽ 331 കിലോ കഞ്ചാവ് പിടിച്ചു. ഇപ്പോൾ ഈ 24 ഞങ്ങൾ ഒറ്റ ടേക്കിൽ ഒരു 330 ഗ്രാമാണ് ഞങ്ങൾ ഒരു തൃശ്ശൂർ ജില്ലയിലെ സിറ്റി പോലീസിലെ ഷാഡോ പിടിച്ച കണക്കാണത്. അത് പിടിക്കാത്തത് ഇതിന്റെ 10 ഇരട്ടി 20 ഇരട്ടി ഉണ്ടാവും. സമീപ നാളുകളിൽ കൊറിയർ സർവീസ് വഴി നിർത്തുന്ന സംഭവം ഉണ്ടായി തൃശ്ശൂരിൽ. ഇത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റി. ഇതിപ്പോൾ MDMA ഒക്കെ ഈ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ ഗൗരവമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ നിയമത്തിൽ അതിൻ്റെ അകത്ത് ശിക്ഷയുടെ കാഠിന്യവും അതുപോലെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇപ്പോൾ കഞ്ചാവിന് ഒന്നാമത് ഇത് ഒളിപ്പിക്കാനും കൊണ്ടുനടക്കാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ പലപ്പോഴും സബ്സ്റ്റൻസിലേക്കാണ് പോയി പറയുന്ന MDMA അടക്കമുള്ള സംഗതികളിലേക്കാണ് പോകുന്നത്. ഇത് പെൺകുട്ടികളുടെ ഒരു കാര്യം വളരെ ശക്തമായിട്ട് നമ്മൾ അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു കൂടുതൽ പെട്രോളിങ്, പോലീസ്, എക്സൈസ്, അതുപോലെ തന്നെ ഈ സെൻസിറ്റൈസേഷനുള്ള ബോധവൽക്കരണ ടീമുകൾ, അങ്ങനെയുള്ള നമ്മളിപ്പോൾ കോവിഡ് വന്നപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ പ്രളയം ഉണ്ടായപ്പോഴും ഒക്കെ നമ്മൾ ഒരുപാട് ആളുകളുടെ വലിയ ഇതൊക്കെ ഉണ്ടാക്കി. എന്ന് പറയുന്നത് പോലെ ഇത് പിടിക്കുന്നതിന് വേണ്ടി ആ രീതിയിൽ റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ തന്നെ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ജാഗ്രതാ സമിതികൾ, അതുപോലെ തന്നെ പോലീസിൻ്റെ ജനമൈത്രി സംവിധാനങ്ങൾ, അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കെപ്പോഴും പ്രിവെൻറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്.
അപ്പം നമ്മുടെ ഒരു എക്കോണമി തകർക്കുന്ന ഈ ഒരു സംവിധാനമായതുകൊണ്ട് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിനുണ്ട്, ലോ എൻഫോഴ്സിങ് ഏജൻസികൾക്ക്. ഈ മയക്കുമരുന്നിന് ദുരുപയോഗം ചെയ്യുന്ന സംഭവങ്ങളുമുണ്ട്. അതിപ്പോൾ സമീപനാളുകളിൽ ഏറെ ഉണ്ടായിട്ടില്ലേ? അത് ഉപയോഗം ചെയ്യുന്നത് ഇപ്പോൾ ഇത് ചില മെഡിസിൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ചിലർ അതിൻ്റെ മറവിൽ കൊണ്ടുവരുന്നവരുണ്ട്. അത് ആ ലൈസൻസ് പറയുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ നിലയിൽ മെഡിസിനൽ പ്രിപ്പറേഷന് വേണ്ടി ഈ സംഗതികൾ ഉപയോഗിക്കുന്ന കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ ചിലർ അതിന് ലൈസൻസ് കൊടുക്കും. പക്ഷേ അതിൻ്റെ മറവിൽ ചിലർ, അതുപോലെ തന്നെ ചില ആയുർവേദ കടകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സൈസുകാരൊക്കെ സ്ഥിരമായി പിടിക്കുന്ന ഒരു സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ട് അതിന് കൂടുതൽ രീതിയിലേക്ക് ഇത് പ്രിവെൻറ്റീവ് ആക്ഷനാണ് ഏറ്റവും പ്രധാന സംഗതി. പ്രിവെൻറ്റീവ് ആക്ഷൻ പലതരത്തിലുണ്ട്. അത് കൂടുതലായിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹം മറ്റൊരു യുഗത്തിലേക്ക് പോകുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യത്തിൽ കൂടി ഒരു രക്ഷിതാക്കൾക്ക് ഒരു അവബോധം ഉണ്ടാകും കൂടി. LSD സ്റ്റാമ്പ്, ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ MDMA ആണ് പിടിക്കുന്ന. തുടക്കത്തിൽ ഒരുപാട് LSD സ്റ്റാമ്പുകളും പിടിച്ചിരുന്നു. അതെങ്ങനെ രക്ഷിതാക്കൾ കണ്ടെത്താൻ കഴിയും? ഈ LSD സ്റ്റാമ്പ് എന്ന് പറയുന്നത് പലരും ധാരണ നമ്മൾ സാധാരണ പോസ്റ്റിൽ ഒട്ടിക്കുന്ന പോലത്തെ ഒരു സ്ക്വയർ ഇഞ്ച് വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ വലിപ്പം കൂടിയ ഒരു സ്റ്റാമ്പ് എന്നുള്ള രീതിയാണ്. വാസ്തവത്തിൽ അതല്ല. LSD സ്റ്റാമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഈ ചെറുവിരലുണ്ടല്ലോ, ഈ ചെറുവിരലിൻ്റെ ഈ വലിപ്പത്തിലുള്ള ആ ഒരു സ്ക്വയർ ആയിട്ടുള്ള ആ ഒരു വലിപ്പത്തിലുള്ളതിനെയാണ് LSD സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റാമ്പ് തന്നെ ഇവർ ക്വാർട്ടർ, ഹാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കട്ട് ചെയ്യും. ചിലർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാമ്പ് തന്നെ എടുത്തിട്ട് നാവുമ്മ വെച്ചിരിക്കുകയാണ്. നാവുമ്മ ജസ്റ്റ് വെച്ചിരുന്ന് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ MDMA ഉപയോഗിച്ച പോലെ ആ ഒരു എഫക്റ്റ് വരും. അത് അത്ര കോമൺ അല്ല. LSD സ്റ്റാമ്പ് നമ്മൾ പിടിച്ചിട്ടുണ്ട്, തൃശ്ശൂർ നമ്മൾ പല പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ MDMA കഞ്ചാവ് ആ രീതിയിലേക്കാണ്. ഈ ജൂൺ മാസം 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുകയാണ്. ആ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇതിനെക്കുറിച്ച് അവബോധം നൽകേണ്ടതിൻ്റെ പ്രസക്തി. കാരണം സമീപ നാളുകളിൽ ലഹരി വസ്തുക്കൾ പിടിക്കുന്നത് ഏറി വരുന്നു എന്നതിനൊപ്പം തന്നെ ഈ പിടിക്കുന്നതെല്ലാം അല്ലെങ്കിൽ ഈ പിടിക്കുന്നതിനേക്കാൾ 10 100 ഇരട്ടി നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉപയോഗിക്കാനുള്ളതായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ചെറിയ ക്ലാസ്സുകളിൽ പോലും ഈ ലഹരി വസ്തുക്കൾ ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഏറി വരുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന അക്രമത്തിലൊപ്പം തന്നെ സമൂഹം കൂടുതലായും അറിയാതെ വീടുകൾക്കുള്ളിൽ തന്നെ മക്കളുടെ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന അച്ഛനമ്മമാർ, മുത്തശ്ശിമാർ, സഹോദരങ്ങൾ, ഒപ്പം തന്നെ ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഇതെല്ലാം ഏറി വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ വിഷയം വളരെ പ്രസക്തമാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രഗത്ഭരായ 3 പേരാണ് TCV പ്രേക്ഷകരുടെ വിഷയം പങ്കുവയ്ക്കാൻ എത്തിയത്. അവർ ഒരുപാട് വിവരങ്ങൾ, ഒരു പിടി വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എല്ലാവരും ഇത് മനസ്സിൽ സൂക്ഷിക്കുക. നമ്മുടെ വീടുകളിലും ഉണ്ടാകാം ഇത്തരം ലഹരി വസ്തുക്കളിലേക്ക് വഴുതി വീഴുന്നവർ അല്ലെങ്കിൽ ആ ചങ്ങലക്കണ്ണികളിൽ കുടുങ്ങുന്നവർ. റിട്ടയേർഡ് SI ശ്രീ സുബ്രതകുമാർ, നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയായിരുന്ന ശ്രീ പയസ് മാത്യു, റിട്ടയേർഡ് എക്സൈസ് ഇൻസ്പെക്ടർ KV ബാബു, 3 പേരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ചതുരംഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.